ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് സൺഡേ വ്ളോഗാണ്. നമ്മൾ ഞായറാഴ്ച എടുത്തു വെച്ചതാണ്. രാവിലെ അപ്പോൾ നമുക്ക് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ഇങ്ങനെ എൻ്റെ ഒരു ഇഡ്ഡലിക്കുട്ടക ഇതാണ് കേട്ടോ. ഇതിലെന്താണെന്നറിയാമോ, ഈ കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി, അതായത് പിന്നെ നമുക്കിപ്പോൾ നോർമലി 3 അല്ലെങ്കിൽ 4 അങ്ങനെ ഇഡ്ഡലിയെ നമ്മൾ കഴിക്കാറുള്ളൂ. പക്ഷേ ഇത് തീരെ പൊടിയാണ് കേട്ടോ. ഇതിൽ കാണുന്ന വലിപ്പം കൂടിയില്ല നമുക്ക് ശരിക്കും കാണുമ്പോൾ. അപ്പോൾ നമുക്ക് ഒരുപാട് ഇഡ്ഡലി കഴിക്കാൻ തോന്നും. നമ്മൾ ഒന്നും നോക്കാതെ എടുത്ത് കഴിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഇഡ്ഡലി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇഡ്ഡലിയുടെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല തട്ടിൽ പൊട്ടിയ ദോശയുടെ കൂട്ടത്തിൽ കഴിക്കുന്ന മറ്റേ ചമ്മന്തിയില്ലേ, നമ്മുടെ അരച്ചിട്ട് അതിലേക്ക് വറപൊട്ടിച്ചൊഴിക്കുന്ന ടൈപ്പ് ചമ്മന്തി, എനിക്കതാട്ടോ കൂടുതൽ ഇഷ്ടം. എനിക്ക് മാത്രമല്ല, ഈ വീട്ടിലെല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പം നമ്മൾ അതുപോലെയുള്ളൊരു വെള്ള ചമ്മന്തി ആയിരുന്നു അരച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി ഈ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണ്. ഈ കോംബോ ഇഷ്ടമുള്ളവർ നിങ്ങളും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തിയിൽ കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി അത്രയും മാത്രം ഇട്ടിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് അതിലേക്ക് വറപൊട്ടിച്ചൊഴിച്ചതാണ്. അപ്പോൾ ദേ ഈ ഒരു ഇഡ്ഡലി കണ്ടോ, തീരെ പൊടി ഇഡ്ഡലിയാണ് കേട്ടോ. കൂടെ നമുക്ക് കട്ടൻ കാപ്പി ആയിരുന്നു. കട്ടൻ കാപ്പിയുടെ കളർ കണ്ടിട്ട് ആരും അതിശയിക്കണ്ട. കട്ടൻ കാപ്പി ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്, അധികം കടുപ്പം വേണ്ടാഞ്ഞിട്ടാണ്. അപ്പോൾ ദേ ഇത് കണ്ടോ, ഇത് നമ്മുടെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ്. നമ്മുടെ ശിവക്കുട്ടൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുവാണ്. ഞാനാണെങ്കിൽ ഇതേ ഇവിടെ പാചകമാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബീഫാണ്. ബീഫ് ഞാൻ പുറത്ത് അടുപ്പിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കറി വെച്ചാൽ മതിയല്ലോ ഗ്യാസിൽ, അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കാത്തുമ്പിയുണ്ട്. കാത്തുമ്പിയുടെ കൂട്ടത്തിൽ എൻ്റെ ചേട്ടൻ്റെ മോളാണ്, നിതിൻ്റെ ചേട്ടൻ്റെ മോള്. അവർ ഏകദേശം ഒരു 6 മാസം, ഒരു 3-4 മാസം മൂപ്പേ ആ കുട്ടിക്കുള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി നല്ല കൂട്ടാണ്. കണ്ട, കുറേ നല്ല തണലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കളിക്കാനും നല്ലൊരു സുഖമാണ് കേട്ടോ. എനിക്കും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോളെ. ഇത് കണ്ടോ, ഈ കസേരയിലൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കളിയാണ്. അപ്പം നമ്മൾ ഇവിടെയാണ് കേട്ടോ പാചകമൊക്കെ നടത്തുന്നത്. അപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് കസേര ഇട്ടിട്ടിരുന്നിട്ട് നമ്മൾ ഓരോ പാചകങ്ങളൊക്കെ ചെയ്യും. നല്ല സുഖമായിട്ടിരുന്ന് പാചകം ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശിവക്കുട്ടിനെ വന്ന് നോക്കിയപ്പോൾ അലമാര ഞാൻ ഇടയ്ക്ക് തുറന്നു കൊടുക്കും കേട്ടോ. കാരണം അലമാരയുടെ താഴെ ഞാൻ മുന്നേ അലമാരയുടെ ടൂർ ചെയ്ത സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇഷ്ടംപോലെ അതിൻ്റെ അകത്ത് ടെഡി ബേഴ്സ് ഉണ്ട്, അങ്ങനെ പാവകൾ, ഡോൾസ് ഉണ്ട്. അപ്പം അവനതങ്ങ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതൊക്കെ എടുത്ത് വെച്ചിരുന്നിട്ട് കളിച്ചോളും. ഇതിപ്പോൾ എന്നെ കണ്ടിട്ട് ഓടി വരികയാണ്. കണ്ടോ, നമ്മുടെ ശിവക്കുട്ടൻ്റെ കൂട്ടത്തിൽ ആരും കളിക്കാനില്ല. അവരുടെ കൂടെ പുറത്ത് നിർത്തി കഴിഞ്ഞാൽ മൊത്തം അലങ്കോലാക്കുമെന്ന് പറഞ്ഞാൽ അവരും കൂട്ടിയില്ല. അങ്ങനെ നമ്മുടെ ശിവക്കുട്ടൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് കളിയൊക്കെ. രാവിലെ അപ്പം നമ്മുടെ കുളി ദേവാരൊക്കെ കഴിഞ്ഞായിരുന്നു. പക്ഷെ കമ്മൽ ഊരി വെച്ചിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ശിവക്കുട്ടൻ ഇപ്പം കാക്കാന്ന് പറയും കേട്ടോ. കാക്ക നമ്മുടെ കാത്തുമ്പി പഠിപ്പിച്ചു കൊടുത്തതാണ്. പക്ഷെ ഇപ്പം ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല. നമ്മുടെ നിതിനാണെങ്കിൽ പണിയുണ്ട് വർക്ക്ഷോപ്പിൽ, ഒരു ഇച്ചിരി പണിയുണ്ടെന്ന് പറഞ്ഞ ചേട്ടൻ വന്ന് വിളിച്ചാണ്. ഇപ്പം വരും. ഒരു മണിക്കൂറത്തെ പണിയൊക്കെ ഉള്ളൂ. അതിനുള്ളിൽ നമ്മുടെ കറി ഒന്ന് സെറ്റാക്കി വെക്കണം. എനിക്കിന്ന് വൈകിട്ട് ക്ലാസ് ഉണ്ട്, ഒരു 3:30 മുതൽ 5:30 വരെ, പിന്നെ 7:30 മുതൽ 9:00 വരെ, അങ്ങനെ 2 ഘട്ടമായിട്ട് ക്ലാസ്സും ഉണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ പോകാൻ. അപ്പം ഞാൻ പോയിട്ട് കറി റെഡിയാക്കി വെച്ചിട്ട് വരാം. ഇന്നെന്തോ വലിയ ബഹളം ഒന്നും ഉണ്ടാക്കാണ്ട് തനിയെ നിന്ന് കളിയാണ്. ഇടയ്ക്ക് മാത്രമേ എന്നെ 1-2 തവണ വിളിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ കാത്തുമ്പി വന്നു കേട്ടോ, ചോറ് കഴിക്കാൻ സമയമായിട്ടുണ്ട്. പിന്നെ അവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അങ്ങനെ കളിച്ചോളും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇറച്ചിക്കറിയാണ്, ബീഫിൻ്റെ കറി. പിന്നെ ബീഫ് ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കും കാത്തുമ്പിക്കും മാത്രം മതി, ബാക്കി ആർക്കും വേണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടും കൂടി ഒരു ശകലം എടുത്ത് വറുത്തു. പിന്നെ നങ്ക് കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നലെ വെച്ചാണ് നങ്ക് കറി. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ലോണം ചോറ് വെച്ചു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വൈകിട്ട് പാൽച്ചായ തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു, ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഹോളീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതൊക്കെ കുട്ടികൾക്കും എനിക്കും ഇതിനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്സും കാര്യങ്ങളും ഒക്കെ, ഏത്തക്കാപ്പം, പപ്സ്, പിന്നെ നമ്മൾ ബ്രെഡ് പൊരി, ഉണ്ടപ്പൊരി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പൊരിപ്പലഹാരങ്ങൾ. പക്ഷെ അതൊക്കെ സത്യം പറയാലോ ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിശന്ന്. അപ്പൊ പിന്നെ ഫോൺ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും നിന്നില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാരും ലൈക്ക് ചെയ്യണേ. നമുക്ക് നാളെ കാണാം. കാണുന്നത് വരെ ടാറ്റാ.